നമസ്തേ. ജനം സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. വർഷത്തിന്റെ അവസാന മാസത്തിൽ പിന്നിട്ട കുറച്ച് ദിവസങ്ങളിൽ സംഭവബഹുലമായ വാർത്തകളായിരുന്നു ജനം ടി വി പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചത്. മാംഗ്ലൂരിൽ മാധ്യമപ്രവർത്തകർ എന്ന വ്യാജേന ആക്രമണങ്ങൾക്ക് അണിചേർന്ന ചില സാമൂഹ്യ പ്രവർത്തകരെ ജനമധ്യത്തിൽ തുറന്നുകാട്ടിയ ജനം ടി വിക്കെതിരെ കേരളത്തിലെ മാധ്യമ സമൂഹം ഒറ്റക്കെട്ടായി നടത്തിയ മാധ്യമ വിചാരണ കൊണ്ട് ശ്രദ്ധേയമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ. ഒരാശങ്കയും കൃത്യമായി തന്നെ വരുന്നുണ്ട്. കർണാടക പോലീസിൻ്റെ കൃത്യമായ വിശദീകരണമാണ് ലഭിച്ചത്. കാരണം ഈ പിടിയിലായവർ മാധ്യമപ്രവർത്തകരാണെന്ന് അവർ പറഞ്ഞു. ഇപ്പോഴും എടുത്തു പറയേണ്ടത് ഈ മലയാള മീഡിയ ചാനലുകളിൽ പ്രവർത്തിച്ചിരുന്നവർ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടെ കലാപത്തിന് ആഹ്വാനം ചെയ്തെത്തിയ പിടിയിലായവർ അവർ പറഞ്ഞു ഞങ്ങൾ മാധ്യമപ്രവർത്തകരാണെന്ന് പറഞ്ഞു. അവരെടുത്ത് മതിയായ രേഖകളില്ല എന്നത് കൃത്യമാണ്. സിജു, ഈ വിഷയത്തിൽ ഒരു കൃത്യമായ വ്യക്തത ഒന്ന് വരുത്താമോ? 50ഓളം പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തപ്പോൾ കൃത്യമായിട്ട് പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. ഇവരുടെ കയ്യിൽ അക്രഡിറ്റേഷൻ കാർഡോ അല്ലെങ്കിൽ വ്യക്തമായ സ്ഥാപനത്തിന്റെ ഐഡന്റിറ്റി കാർഡോ ഇല്ല. ഈ ഒരു സാഹചര്യത്തിലാണ് പലരെയും കസ്റ്റഡിയിലെടുത്തത്. അതേസമയത്ത് അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോയ കാസർകോട്ടെ 10ഓളം മാധ്യമപ്രവർത്തകരുണ്ട്. വിവിധ ചാനലുകളിലുള്ള 10ഓളം മാധ്യമപ്രവർത്തകരുണ്ട്. ഇവരും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പക്ഷെ അവരെ വിട്ടേക്കാനുള്ള അവർ മതിയായ രേഖകളുമായിട്ട് അവരെ വിട്ടേക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ട് അവിടെ വിട്ടു നൽകും എന്നുള്ള അടുത്ത സമയത്ത് തന്നെ അവരെ വിട്ടു നൽകുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്നാൽ അവിടെ വ്യാജന്മാരെ പിടികൂടിയെന്ന വസ്തുതയാണ്. അവരുടെ കയ്യിൽ നിന്ന് ആയുധങ്ങളും അവർ കൃത്യമായിട്ട് തിരിച്ചറിയൽ രേഖകളോ അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ കാർഡോ മറ്റോ ഒന്നും ഇല്ല എന്നുള്ളതും വ്യക്തമാണ്. യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ അജ്ഞാതമായ ഏതോ അജണ്ടയുടെ പിൻബലത്തിൽ ഞങ്ങൾക്കെതിരെ തിരിഞ്ഞ മാധ്യമപ്രവർത്തകരോട് യാഥാർത്ഥ്യം എന്താണെന്ന് ഞങ്ങളുടെ ചീഫ് എഡിറ്റർ GK സുരേഷ് ബാബു സംസാരിച്ചു. ആ വാക്കുകളിലേക്ക്. മംഗലാപുരത്ത് മാധ്യമപ്രവർത്തകർ അറസ്റ്റിലായ സംഭവത്തെക്കുറിച്ച് ജനം ടി വി വ്യാജ വാർത്ത നൽകിയെന്ന് 24 ന്യൂസ് എന്ന ചാനൽ അല്പം മുമ്പ് സംപ്രേഷണം ചെയ്ത വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. ജനം ടി വി ഒരിക്കലും സത്യസന്ധമല്ലാത്ത ഒരു വാർത്തയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കേരളത്തിൽ നിന്ന് പോയ മാധ്യമപ്രവർത്തകർ അറസ്റ്റ് ചെയ്ത സംഭവത്തെക്കുറിച്ചല്ല ജനം ടി വി പറഞ്ഞത്. ജനം ടി വി പറഞ്ഞത് 50ഓളം വ്യാജ മാധ്യമപ്രവർത്തകർ, അത് തീവ്ര ഇസ്ലാമിക സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കപ്പെടുന്നവരെ അറസ്റ്റ് ചെയ്തതായി ബാംഗ്ലൂർ സിറ്റി പോലീസ് കമ്മീഷണർ നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ സംഭവമാണ് ജനം ടി വി റിപ്പോർട്ട് ചെയ്തത്. അത് കർണാടകത്തിലെ എല്ലാ ചാനലുകളിലും പത്രങ്ങളിലും വന്നിട്ടുണ്ട്. 50ഓളം വ്യാജ മാധ്യമപ്രവർത്തകർ അറസ്റ്റിലായി എന്ന് പറയുന്ന വാർത്തയും കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ പോയവരെ അറസ്റ്റ് ചെയ്ത വാർത്തയും അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത വാർത്തയും രണ്ട് സംഭവങ്ങളാണ്. ഇതിനെ വളച്ചൊടിച്ച് ജനം ടി വിക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയത് 24 ന്യൂസാണ്. 24 ന്യൂസിലെ മുതിർന്ന പത്രപ്രവർത്തകർ ഇത്തരം നിരുത്തരവാദപരമായ സമീപനം സ്വീകരിക്കണമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഇത് സംബന്ധിച്ച് വന്ന പോലീസ് കമ്മീഷണറുടെ വാർത്താക്കുറിപ്പോ അല്ലെങ്കിൽ അവിടെ വന്ന വാർത്തകളോ ഏത് സംഭവങ്ങളും ആരെയും ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറാണ്. ശബരിമല സംഭവത്തിലും ഏതാണ്ട് ഇതേപോലെ തന്നെയായിരുന്നു. ജനം ടി വി ഒരിക്കലും സത്യസന്ധമല്ലാത്ത വാർത്തകൾ റിപ്പോർട്ട് ചെയ്യില്ല. സത്യം മാത്രമേ ജനം ടി വി റിപ്പോർട്ട് ചെയ്യുകയുള്ളൂ. കഴിഞ്ഞ ശബരിമല കാലത്ത് ഈ പറയുന്ന മാധ്യമ സംഘങ്ങളുടെ യാതൊരു പിൻബലവുമില്ലാതെ തന്നെ നിശബ്ദമാക്കപ്പെട്ട ജനസമൂഹത്തിന്റെ ശബ്ദമായി ജനം ടി വി മാറിയതിന് പ്രേക്ഷകർ തന്നെ സാക്ഷികളാണല്ലോ. അനാഥമാക്കപ്പെടുന്ന ഒരു വിശ്വാസ സമൂഹത്തിന്റെ വേദനകൾ തിരിച്ചറിഞ്ഞ ജനം ടി വിയെ ഗത്യന്തരമില്ലാതെ അനുകരിച്ച മാധ്യമ സിംഹങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾക്കെതിരെ ചാടി വീഴുന്നത്. വാർത്തയെ വാർത്തയായി തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം നഷ്ടപ്പെട്ടിട്ടില്ല എന്നതു മാത്രമാണ് ഞങ്ങളെ നയിക്കുന്ന ആത്മബലം. അതിനുവേണ്ടി എന്തു പഴി കേൾക്കാനും ഞങ്ങൾ തയ്യാറുമാണ്. പെർവേർഷൻ എന്നത് രോഗമാണോ മാനസിക വൈകല്യമാണോ പാരമ്പര്യമാണോ എന്ന കാര്യത്തിലൊക്കെ സൈക്യാട്രിസ്റ്റുകൾക്ക് വിരുദ്ധാഭിപ്രായങ്ങളുണ്ട്. ഇത്തരം മനുഷ്യർ അപകടകരമായ ജീവിതശൈലി സ്വീകരിക്കുന്നതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തേണ്ടതുണ്ട് എന്നാണ് മനഃശാസ്ത്രജ്ഞരുടെ അഭിപ്രായം. എന്നാൽ പിണറായി മന്ത്രിസഭയ്ക്ക് ഇത്തരം ഉദ്യോഗസ്ഥർ ഒരു അലങ്കാരമാണ്. വനിതാ IAS ഉദ്യോഗസ്ഥരോട് അപമര്യാദയായി പെരുമാറിയെന്ന ആരോപണം നേരിടുന്ന വിശ്വനാഥ സിൻഹ എന്ന IAS ഉദ്യോഗസ്ഥന് ഇതൊരു സ്ഥിരം പരിപാടിയായിരുന്നു എന്ന സത്യം തെളിവുകളടക്കം കോർഡിനേറ്റിംഗ് ന്യൂസ് എഡിറ്റർ അനിൽ നമ്പ്യാർ പുറത്തു കൊണ്ടുവന്നു.
കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൽ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കെ 2017 ജൂണിലാണ് ബിശ്വനാഥ് സിൻഹയെ ഡൽഹിയിൽ നിന്നും നിർബന്ധപൂർവ്വം കേരള കേഡറിലേക്ക് തിരിച്ചയച്ചത്. ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥന്റെ ഭാര്യയ്ക്ക് വാട്സാപ്പിൽ അശ്ലീല സന്ദേശം അയച്ചതിനെ തുടർന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. പ്രിമച്വർ റിപ്പാട്രിയേഷൻ അഥവാ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പുള്ള നാടുകടത്തൽ എന്നാണ് ഡെപ്യൂട്ടേഷൻ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിലെ പരാമർശം. ഗുരുതരമായ അച്ചടക്ക നടപടി നേരിട്ട ഉദ്യോഗസ്ഥനെ സംസ്ഥാന സർക്കാരാവട്ടെ പൊതുഭരണ വകുപ്പിന്റെ തലപ്പത്ത് പ്രതിഷ്ഠിക്കുകയായിരുന്നു. വകുപ്പ് സെക്രട്ടറി പദം സിൻഹ ലീലാവിലാസങ്ങൾക്കുള്ള ലൈസൻസാക്കി മാറ്റി. ജൂനിയർ വനിതാ IAS ഉദ്യോഗസ്ഥർക്ക് വാട്സാപ്പിൽ ദ്വയാർത്ഥം വരുന്ന സന്ദേശങ്ങൾ അയക്കുകയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന ഹോബിയെന്ന് പറയപ്പെടുന്നു. തിരുവനന്തപുരം, എറണാകുളം അസിസ്റ്റന്റ് കലക്ടർമാരെ സഹശയനത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്തു. സിൻഹയുടെ ശല്യം സഹിക്കവയ്യാതെ 2 വനിതാ IAS ഉദ്യോഗസ്ഥർ കേഡർ മാറിപ്പോയി. ഒരു ഉദ്യോഗസ്ഥയുടെ രക്ഷിതാക്കൾ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട പരാതി പറഞ്ഞെങ്കിലും നടപടിയുണ്ടായില്ല. പരിശീലനത്തിനെത്തിയ യുവ IAS ഉദ്യോഗസ്ഥകളോട് അപമര്യാദയായി പെരുമാറിയതിന് സിൻഹയ്ക്ക് വീഡിയോ കോൺഫറൻസിംഗിൽ മാപ്പ് പറയേണ്ടി വന്നു. മുസൂറിയിലെ സിവിൽ സർവീസ് അക്കാദമി അധികൃതർ മുഖ്യമന്ത്രിയോട് പരാതിപ്പെട്ടതിനെ തുടർന്നായിരുന്നു സിൻഹയുടെ മാപ്പ് പറച്ചിൽ. കഴിഞ്ഞ ദിവസം സിൻഹയെ ഡൽഹിയിൽ റെസിഡന്റ് കമ്മീഷണറാക്കാൻ മന്ത്രിസഭായോഗം ആലോചിച്ചപ്പോൾ ചീഫ് സെക്രട്ടറി ടോം ജോസ് കളങ്കിതനായ ഒരു ഉദ്യോഗസ്ഥനെ കേരളത്തിന്റെ പ്രതിനിധിയാക്കണമോ എന്ന് ചോദിച്ചു. പിന്നീടാണ് ഇദ്ദേഹത്തെ അപ്രധാന വകുപ്പിലേക്ക് മാറ്റിയത്. സ്ത്രീത്വത്തെ അപമാനിച്ച സിൻഹയ്ക്കെതിരെ പോലീസ് കേസെടുക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി ഇദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ്. അദാനിയുമായുള്ള സിൻഹയുടെ അടുത്ത ബന്ധമാണ് ഇതിന് പിന്നിലെന്നും ആക്ഷേപമുണ്ട്. വ്യഭിചാരികളും ലൈംഗിക മനോരോഗികളും സ്വവർഗ അനുരാഗികളും കയ്യേറിയ രാജവംശത്തിൽ അവരുടെ ഉപദേശമനുസരിച്ച് നാടുഭരിച്ച പൂയി എന്ന ചൈനയുടെ അവസാനത്തെ കിരീടാവകാശിക്ക് സംഭവിച്ച ദുരന്തം ചരിത്രമാണ്. മുഖ്യമന്ത്രിക്ക് സമയം കിട്ടുമെങ്കിൽ ഇത് പ്രമേയമാക്കി ബട്ടർലൂച്ചി സംവിധാനം ചെയ്ത ദി ലാസ്റ്റ് എംപറർ എന്ന സിനിമ ഒന്ന് കാണുന്നത് നല്ലത്. ഇക്കഴിഞ്ഞ ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ സഹജീവികളുടെ പ്രശ്നങ്ങളോടും പ്രതിസന്ധികളോടും ഐക്യപ്പെടാനുള്ള മാധ്യമമാണ് സിനിമ എന്ന് താങ്കൾ പറഞ്ഞിരുന്നു. സ്വകാര്യ ലോബികളെ സ്വകാര്യമായി സഹായിക്കുന്ന ഗവൺമെന്റ് നടപടികൾ തെളിവുകളടക്കം പുറത്തുകൊണ്ടുവന്ന വാർത്തയായിരുന്നു 13-ാം തീയതി ഞങ്ങളുടെ റിപ്പോർട്ടർ ബ്രേക്ക് ചെയ്തത്. സർക്കാർ അച്ചടി ജോലികൾ സർക്കാർ പ്രസ്സുകൾക്ക് തന്നെ നൽകണമെന്ന ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് മറികടന്നാണ് പുതിയ നീക്കം. സർക്കാർ വകുപ്പുകളുടെയും സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളുടെയും അച്ചടി സംബന്ധിച്ച എല്ലാ ജോലികളും അച്ചടി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള സർക്കാർ പ്രസ്സുകളെ മാത്രം ഏൽപ്പിക്കണമെന്ന ഉത്തരവ് മറികടന്നാണ് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് 2019-2020 വർഷത്തേക്കുള്ള ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത്. സർക്കാർ പ്രസ്സുകളിൽ നിർവഹിക്കാൻ സാധിക്കാത്ത അച്ചടി ജോലികൾ അച്ചടി വകുപ്പ് സൂപ്രണ്ടിന്റെ അനുമതിയോടെ മാത്രമേ സ്വകാര്യ പ്രസ്സുകൾക്ക് നൽകാനാവൂ എന്ന ഉത്തരവ് നിലനിൽക്കെയാണ് മാനദണ്ഡങ്ങൾ അട്ടിമറിച്ചുള്ള PRBയുടെ നീക്കം. അച്ചടി വകുപ്പിന് 11 ഗവൺമെന്റ് പ്രസ്സുകളും 1600ഓളം ജീവനക്കാരും ആധുനിക മെഷീനുകളും നിലവിലുള്ളപ്പോൾ സർക്കാർ അച്ചടി ജോലികൾ ഗവൺമെന്റ് പ്രസ്സുകളെ ഒഴിവാക്കി സ്വകാര്യ പ്രസ്സുകളെ ഏൽപ്പിക്കാൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ടെൻഡർ ക്ഷണിച്ചത് അഴിമതിക്ക് കളമൊരുക്കാനാണെന്ന ആക്ഷേപവും ശക്തമാകുന്നു. തന്റെ കീഴിലുള്ള 2 വകുപ്പുകളെ തമ്മിൽ ഏകോപിപ്പിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഗവൺമെന്റ് പ്രസ്സുകളെ ഒഴിവാക്കി അച്ചടി ജോലികൾ സ്വകാര്യ പ്രസ്സുകളെ ഏൽപ്പിക്കുന്നത് ആരെ സഹായിക്കാനെന്ന ചോദ്യവും ഇതിനോടൊപ്പം ഉയരുന്നു. സ്വകാര്യ ലോബികളുടെ സംരക്ഷണം ഗവൺമെന്റ് നയം തന്നെയായി മാറിയിരിക്കുന്ന വർത്തമാനകാലത്തിൽ നിരവധി വാർത്തകൾ, തെളിവുകളടക്കം വരും ദിവസങ്ങളിൽ ഞങ്ങൾ പുറത്തുവിടുമെന്ന് ഓരോ പ്രേക്ഷകനും വാക്കുതരുന്നു. KSEBയിൽ തുടർന്നുവരുന്ന അഴിമതിയുടെ കാണാക്കഥകൾ ഡിസംബർ 14 രാവിലെ 7 മണി വാർത്തയിൽ ഞങ്ങൾ ജനങ്ങൾക്ക് മുൻപിലെത്തിച്ചു. എല്ലാം ശരിയാക്കാൻ അധികാരത്തിലെത്തിയ സർക്കാരിന്റെ മോഹന വാഗ്ദാനങ്ങൾ പാവം തൊഴിലാളികൾക്ക് ഏറെ പ്രതീക്ഷ നൽകിയിരുന്നു. പക്ഷേ തൊഴിൽ നിഷേധിക്കുന്നതിന്റെ പ്രകടമായ ഉദാഹരണമാണ് അപ്രഖ്യാപിത നിയമന വിലക്കിലൂടെ സർക്കാർ കാണിച്ചു തന്നത്. യുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്നായിരുന്നു ഇടതു സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. അത് വിശ്വസിച്ച യുവജനങ്ങളെ സർക്കാർ വഞ്ചിക്കുകയായിരുന്നുവെന്ന് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. സംസ്ഥാന വൈദ്യുതി ബോർഡിൽ ക്യാഷ്യർമാരുടെ 700-ലധികം ഒഴിവുകളാണുള്ളത്. ഈ ഒഴിവുകൾ നികത്താൻ പാകത്തിന് ഉദ്യോഗാർത്ഥികൾ PSCയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ നിയമനം മാത്രമില്ല. അപ്രഖ്യാപിത നിയമന വിലക്കിന്റെ കാരണങ്ങൾ തേടി വിവരാവകാശ നിയമപ്രകാരം ബോർഡിനെ സമീപിച്ചപ്പോഴാണ്
യുവജനങ്ങളുടെ നെഞ്ചുപൊട്ടുന്ന ആ ഉത്തരം ലഭിച്ചത്. അതായത് ബോർഡിൽ ക്യാഷ്യർമാരുടെ ദൗർലഭ്യം മൂലം ഇപ്പോൾ ആ പണി ചെയ്യുന്നത് വർക്കർമാരും ലൈൻമാൻമാരും ഡ്രൈവറും ഒക്കെ ചേർന്നാണ്. നിലവിൽ ക്യാഷ് കളക്ഷനായി 80 ഇലക്ട്രിസിറ്റി വർക്കർമാരെയും 240 ലൈൻമാൻമാരെയും 129 ഓഫീസ് അറ്റൻഡന്റ്മാരെയും ഒരു ഡ്രൈവറെയും വർക്കിംഗ് അറേഞ്ച്മെന്റിന്റെ പേരിൽ ബോർഡ് നിയോഗിച്ചിട്ടുണ്ട്. സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ വരുമാനവുമായി ബന്ധപ്പെട്ട സുപ്രധാന തസ്തികയാണ് ക്യാഷ്യർ. അതും ബിരുദം യോഗ്യതയായ തസ്തികയാണ് ക്യാഷ്യറുടേത്. നിലവിൽ വർക്കിംഗ് അറേഞ്ച്മെന്റിന്റെ പേരിൽ ജോലി നോക്കുന്ന വർക്കറും ഡ്രൈവറുമൊക്കെ 7ാം ക്ലാസ് യോഗ്യത മാത്രം വേണ്ട തസ്തികയും. സാമ്പത്തിക പ്രതിസന്ധിയാണ് അപ്രഖ്യാപിത നിയമന വിലക്കിന് പിന്നിലെന്നാണ് സൂചന. മാത്രമല്ല ഓൺലൈൻ പേയ്മെന്റിന്റെ പേര് പറഞ്ഞും ക്യാഷ്യർ തസ്തിക വെട്ടിച്ചുരുക്കുകയാണ്. നിലവിലുള്ള 1.25 കോടി ഉപഭോക്താക്കളിൽ 14% താഴെ മാത്രം ഓൺലൈൻ പേയ്മെന്റ് നടത്തുമ്പോൾ ഉദ്യോഗാർത്ഥികളുടെ അവസരങ്ങൾ തട്ടിത്തെറിപ്പിക്കാൻ വൈദ്യുതി ബോർഡ് കാരണങ്ങൾ തേടുകയാണ്. ക്യാഷ്യർ തസ്തികയിലേക്ക് PSC ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ നിയമനം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ നിയമനം നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവായെങ്കിലും സർക്കാർ അത് കണ്ടഭാവമേ നടിച്ചിട്ടില്ല. ഇത്തരത്തിൽ കേരളത്തിന്റെ യുവജനതയെ വഞ്ചിക്കുന്ന സർക്കാർ വീണ്ടും ആവർത്തിക്കുന്നത് എല്ലാം ശരിയാകുമെന്ന പല്ലവിയാണ്. കൊല്ലത്തെ കാപെക്സിലെ അഴിമതി മൂടിവെക്കാനും സർക്കാർ ശ്രമിക്കുന്നുണ്ട്. സ്ഥാപനത്തിലെ വിജിലൻസ് അന്വേഷണം നിർത്തിവെച്ചത് സർക്കാർ സമ്മർദ്ദത്തെ തുടർന്നാണെന്ന ആരോപണവും ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. ആരോപണങ്ങൾ CBI അന്വേഷിക്കണമെന്ന വിജിലൻസ് ശുപാർശ സർക്കാർ പൂർത്തിയതായി രേഖകളും വ്യക്തമാക്കുന്നു. ഈ മാസം 15-ന് രാവിലെ 7 മണിക്ക് ജനം TV നൽകിയ എക്സ്ക്ലൂസീവ് വാർത്ത സർക്കാരിന്റെ അനീതി തുറന്നുകാട്ടുന്നതായി. 2016 കാപെക്സിലെ അഴിമതി സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചത്. അന്താരാഷ്ട്ര ഇടപാടായതിനാൽ CBI അന്വേഷിക്കണമെന്നാണ് വിജിലൻസ് സർക്കാരിന് ശുപാർശ ചെയ്തത്. ഈ റിപ്പോർട്ട് 6 മാസത്തോളമാണ് സർക്കാർ പൂഴ്ത്തിവെച്ചത്. ഈ കേസ് അട്ടിമറിക്കാൻ സർക്കാർ തലത്തിൽ വലിയ സ്വാധീനമാണ് ഉണ്ടായത്. സംസ്ഥാനത്ത് വിജിലൻസ് ഇല്ലാത്ത വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോസ്റ്റ് ഓഫീസിൻ്റെ പണി മാത്രം ചെയ്യുന്ന ഒരവസ്ഥയിലാണ്. ഈ കാപെക്സിൻ്റെ റിപ്പോർട്ടിനെതിരെ ഞാൻ ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അത് നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് തന്നെ പോകും. കാര്യം കൃത്യമായി അഴിമതി നടന്നു എന്ന് വിജിലൻസ് തന്നെ കണ്ടെത്തിയ ഒരു റിപ്പോർട്ട് ഇവിടെ വെളിച്ചത്തുണ്ട്. അതിനെ തുടർന്ന് കൃത്യമായ തെളിവുകൾ സഹിതം ഞാൻ ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതിയിൽ സമീപിക്കുന്നതാണ്. അന്നത്തെ ഉദ്യോഗസ്ഥർ സത്യസന്ധരും സ്വാധീനത്തിന് വഴങ്ങാത്തവരുമായതിനാൽ കൃത്യമായ റിപ്പോർട്ട് സർക്കാരിന് നൽകിയിരുന്നു. എന്നാൽ ഇന്ന് വിജിലൻസ് പറയുന്നത് അഴിമതിക്ക് തെളിവില്ല എന്നാണ്. സർക്കാരിൻ്റെ താൽപ്പര്യം അനുസരിച്ച് പ്രവർത്തിക്കുന്ന സംവിധാനമായി വിജിലൻസ് മാറുന്നതായി ആക്ഷേപം ഉയരുകയാണ്. അഴിമതിയും സ്വജനപക്ഷപാതവും എത്രത്തോളം മൂടിവെക്കാൻ ശ്രമിച്ചാലും അത് കണ്ടെത്താനും സത്യസന്ധമായി അത് ജനങ്ങൾക്ക് മുൻപിൽ എത്തിക്കാനും ജനം TV ബാധ്യസ്ഥരാണ് എന്ന കാര്യം ഞങ്ങൾ ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നു. ഇത്തരം വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിലൂടെ ഞങ്ങൾ ചെയ്യുന്നതും ആ ദൗത്യം തന്നെയാണ്. മതഭീകരവാദികളുടെയും അവരെ സഹായിക്കുന്ന സാമൂഹ്യ വിരുദ്ധരുടെയും കടന്നുകയറ്റം ഒരുപക്ഷെ കേരളത്തെ ഒരു കലാപഭൂമിയാക്കാനുള്ള സാധ്യത തിരിച്ചറിഞ്ഞ് സുരക്ഷിതമായ ജനജീവിതം സാധ്യമാക്കുന്ന അടിയന്തര നടപടികൾക്ക് കേന്ദ്ര ഇന്റലിജൻസ് എടുത്ത തീരുമാനങ്ങളുടെ വാർത്തയായിരുന്നു ഞങ്ങൾ 19-ന് നൽകിയ എക്സ്ക്ലൂസീവ്. IS ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളുടെ വിളനിലമായി കേരളം മാറുന്നുവെന്ന് ആദ്യം റിപ്പോർട്ട് നൽകിയത് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗമാണ്. തൊട്ടുപിന്നാലെ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗവും സർക്കാരിന് റിപ്പോർട്ട് നൽകി. എന്നാൽ ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ യാതൊരു നടപടികളുമില്ലാതെ വന്നതോടെ കേരളത്തിൽ നിന്നും ISലേക്ക് പോകുന്നവരുടെ എണ്ണം കുതിച്ചുയർന്നിരുന്നു. ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഇടപെടലാണ് ഇത്തരം സംഭവങ്ങളിൽ ഉൾപ്പെട്ടവരുടെ കൃത്യമായ എണ്ണം പോലും പുറത്തു കൊണ്ടുവന്നത്. സംസ്ഥാനത്ത് മതഭീകരവാദികളുടെ പ്രവർത്തനം ഇപ്പോഴും ശക്തമാണെന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകിയിരുന്നു. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഇത്തരക്കാർക്ക് പിന്തുണ നൽകുന്നുണ്ട്. പൗരത്വ നിയമത്തിന്റെ മറവിൽ സംസ്ഥാനത്ത് നടക്കുന്ന പ്രതിഷേധങ്ങളിലും മതഭീകരവാദികളുടെ ഇടപെടൽ ശക്തമാണെന്നാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചാണ് സംസ്ഥാനത്ത് പ്രവർത്തനം കൂടുതൽ ശക്തമാക്കാനുള്ള കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തീരുമാനം. 6 യൂണിറ്റുകൾ കൂടി സംസ്ഥാനത്ത് ഉടൻ ആരംഭിക്കാൻ ഇന്റലിജൻസ് നീക്കം ആരംഭിച്ചു. തെരഞ്ഞെടുത്ത മേഖലകൾ കേന്ദ്രീകരിച്ചാകും യൂണിറ്റുകൾ പ്രവർത്തിക്കുക. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കൃത്യമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറുകയാണ് കൂടുതൽ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിലൂടെ ഇന്റലിജൻസ് ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കിയാൽ മാത്രമേ മതഭീകരവാദികളുടെയും സാമൂഹ്യവിരുദ്ധരുടെയും ആക്രമണങ്ങളിൽ നിന്ന്
സാധാരണ ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയൂ എന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്നു നമ്മുടെ സുന്ദര കേരളം. നവോത്ഥാന കേരളം കെട്ടിപ്പടുക്കാൻ കച്ചകെട്ടിറങ്ങിയ ഇടതുപക്ഷ അനുഭാവികൾ കേരളത്തിലെ വിദ്യാർത്ഥിനി സമൂഹത്തോട് കാണിക്കുന്ന അനീതിയുടെ കഥ തെളിവുകളടക്കം ജനം TV പുറത്തു കൊണ്ടുവന്നു. കേന്ദ്ര സർവകലാശാലയിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഗവേഷണ വിദ്യാർത്ഥിനിക്ക് അധ്യാപകനായ ഇടതുപക്ഷ അധ്യാപക യൂണിയൻ നേതാവ് കൂടിയായ പ്രസാദ് പന്ന്യനിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന മാനസിക പീഡനത്തിന്റെ വാർത്തയുമായാണ് 19 രാവിലെ 7 മണി വാർത്ത ഞങ്ങൾ അവതരിപ്പിച്ചത്. കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ 2017 മുതൽ ഇംഗ്ലീഷ് കമ്പാരറ്റീവ് ലിറ്ററേച്ചറിൽ ഗവേഷക വിദ്യാർത്ഥിനിയാണ് പരാതിക്കാരി. 2 വർഷത്തോളമായി ഗൈഡായ അധ്യാപകൻ ഡോക്ടർ പ്രസാദ് പന്ന്യനിൽ നിന്ന് നിരന്തരം മാനസിക പീഡനവും ഭീഷണിയുമുണ്ടായതായി വിദ്യാർത്ഥിനി പറയുന്നു. മെയിൽ വഴിയും ഫോണിലൂടെയും വാട്സാപ്പ് മെസ്സേജിലൂടെയും ഇയാൾ തന്റെ വ്യക്തിജീവിതത്തിലേക്ക് കടന്നുകയറാൻ ശ്രമിച്ചു. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വാക്കിലൂടെയും മറ്റും തന്റെ ആത്മവിശ്വാസത്തെയും ആത്മാഭിമാനത്തെയും മുറിപ്പെടുത്തി. പട്ടികവർഗ വിദ്യാർത്ഥിനിയായതിനാൽ അക്കാദമിക് മികവ് പുലർത്താനുള്ള പല അവസരങ്ങളും അധ്യാപകൻ ഇല്ലാതാക്കി. തന്നെ ചൂഷണത്തിനുള്ള ഉപാധിയാക്കാനാണ് അധ്യാപകൻ ശ്രമിച്ചത്. വിദ്യാർത്ഥികളുടെ ഉത്തരപേപ്പർ ഉൾപ്പെടെ പരിശോധിക്കാൻ തന്നെ നിയോഗിച്ചു. തുടങ്ങി ഗുരുതരമായ ആരോപണങ്ങളാണ് വിദ്യാർത്ഥിനിയുടെ പരാതിയിലുള്ളത്. 2 വർഷത്തോളമായി നേരിടുന്ന പ്രശ്നം സഹനത്തിന് അപ്പുറമായപ്പോഴാണ് അധ്യാപകനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥിനി രംഗത്തെത്തിയത്. സംഭവത്തിന്റെ ഗുരുതരാവസ്ഥ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ അധ്യാപക യൂണിയൻ നേതാവ് കൂടിയായ ഡോക്ടർ പ്രസാദ് പന്ന്യനെ ഗൈഡ് സ്ഥാനത്ത് നിന്ന് അടിയന്തരമായി നീക്കി. പരാതിയിൽ പറഞ്ഞ മറ്റു കാര്യങ്ങൾ അന്വേഷിക്കുമെന്നും പ്രോ VC ഡോക്ടർ K ജയപ്രസാദ് പറഞ്ഞു. കേരള കേന്ദ്ര സർവകലാശാലയിലെ ഇംഗ്ലീഷ് വിഭാഗത്തിലെ ഡോക്ടർ പ്രസാദ് പന്ന്യൻ എന്ന അധ്യാപകനെതിരായിട്ട് ഒരു വിദ്യാർത്ഥിനി, റിസർച്ച് സ്കോളർ, ഒരു പട്ടിക വർഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥിനിയാണ്. അവരുടെ ഒരു പരാതി ലഭിച്ചു 16-ാം തീയതി വൈകുന്നേരം. അപ്പോൾ അതിനെക്കുറിച്ച് റിപ്പോർട്ട് നൽകാനായിട്ട് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിനോട് ആവശ്യപ്പെടുകയും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പരാതിയിൽ പറയുന്ന വസ്തുതയുണ്ട് എന്ന് തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സർവകലാശാലയോട് വിദ്യാർത്ഥിനി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗൈഡിനെ മാറ്റാനാണ്. അപ്പം അടിയന്തരമായിട്ട് തന്നെ സൂപ്പർവൈസിങ് ടീച്ചറെ മാറ്റിയിട്ട് അപ്പോൾ അവരുടെ ഫാക്കൽറ്റി ഒരു പ്രപ്പോസൽ തന്നിട്ടുണ്ട്. പ്രപ്പോസൽ തന്നതിൽ ഡോക്ടർ ആശ എന്ന ടീച്ചറിൻ്റെ കീഴിലേക്ക് ഈ കുട്ടിയെ മാറ്റുന്നതിനുള്ള നടപടികൾ എടുക്കാനായിട്ട് സർവകലാശാല തീരുമാനിച്ചിട്ടുണ്ട്. രാജ്യത്തെ മറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ദളിത് പീഡനത്തിനെതിരെ കേന്ദ്ര യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളെ ഇളക്കിവിട്ട് സമരത്തിന് ചുക്കാൻ പിടിക്കുന്ന ഇടതുപക്ഷ അധ്യാപക യൂണിയൻ നേതാവിനെതിരെയാണ് ദളിത് വിദ്യാർത്ഥിനി ദളിത് പീഡനത്തിന് പരാതി നൽകിയത്. കാലം എത്ര കഴിഞ്ഞിട്ടും ജാതി ചിന്തയുടെയും ഉച്ചനീചത്വത്തിന്റെയും സ്ത്രീ വിവേചനത്തിന്റെയും കറുത്ത മുഖം മനുഷ്യരിൽ ബാക്കി നിൽക്കുന്നു എന്ന് തന്നെയാണ് ഈ വാർത്തയും സൂചിപ്പിക്കുന്നത്. ഏത് അവസരവാദിയെയും മനുഷ്യസ്നേഹിയെയും പ്രദർശിപ്പിക്കാനുള്ള എളുപ്പവഴിയായി കമ്മ്യൂണിസം എന്ന ആശയം മാറിയതിന്റെ മറ്റൊരു ഉദാഹരണമാകുന്നു ഈ വാർത്തയും. ഒടുവിൽ വാവ തീവ്രവാദിയായിരുന്നു എന്ന കാര്യത്തിൽ തീരുമാനമായി. അറസ്റ്റിലായ അലന്റെയും താഹയുടെയും മാവോവാദി ബന്ധം സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് കേരള പോലീസിന് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കൈമാറേണ്ടി വന്നത്. കോഴിക്കോട് മാവോവാദി കേസ് NIA അന്വേഷിക്കുമെന്ന വാർത്ത ആദ്യം പുറത്തുവിട്ടത് ജനം TVയാണ്. നവംബർ 4-നായിരുന്നു ഈ വാർത്ത. ഞങ്ങളുടെ പ്രതിനിധി AN അഭിലാഷാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്തത്. അടുത്ത ദിവസം തന്നെ NIA സംഘം കോഴിക്കോടെത്തി കേസിന്റെ വിശദാംശങ്ങൾ ശേഖരിക്കും. പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലെ വിവരങ്ങളും NIA പ്രാഥമികമായി അന്വേഷിച്ചിരുന്നു. സംസ്ഥാന സർക്കാർ UAPA ചുമത്തിയ കേസ് സർക്കാർ കൈമാറാതെ തന്നെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇതിനുള്ള നടപടികളുമായി കൊച്ചി NIA യൂണിറ്റ് നീങ്ങുന്നതിനിടെയാണ് സംസ്ഥാന സർക്കാർ കേസ് NIAക്ക് വിട്ടുള്ളത്. കേസിൽ പ്രതികളായ അലൻ ഷുഹൈബിനും താഹ ഫസലിനുമുള്ള മാവോവാദി ബന്ധങ്ങളും പ്രവർത്തനങ്ങളും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത കോഡ് ഭാഷയിലുള്ള കുറിപ്പുകളെക്കുറിച്ച് ഉൾപ്പെടെ വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ട്. ഇതിന്റെയെല്ലാം തുടരന്വേഷണം NIA നടത്തും. മാവോവാദികളുടെ ഭീകരവാദ ബന്ധങ്ങളും ദേശദ്രോഹ പ്രവർത്തനങ്ങളും ഇതര സംസ്ഥാന മാവോവാദികളുമായുള്ള ബന്ധങ്ങളും NIAയുടെ അന്വേഷണ പരിധിയിൽ വരും. CPM, കോൺഗ്രസ്, മുസ്ലിം ലീഗ് കക്ഷികളുടെ പ്രവർത്തകരായി നീങ്ങുന്നതിനൊപ്പം മാവോവാദി ബന്ധങ്ങൾ പുലർത്തുകയും ചെയ്യുന്ന നിരവധി പേർ സംസ്ഥാനത്തുണ്ടെന്ന് കേന്ദ്ര രഹസ്യ
രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. നിലവിൽ NIA അന്വേഷിക്കുന്ന മാവോവാദി കേസുകളിൽ ഉൾപ്പെടുത്തിയാകും കോഴിക്കോട് മാവോവാദി കേസിന്റെയും തുടരന്വേഷണം. കൂടുതൽ പേർ കേരളത്തിൽ മാവോവാദി പ്രവർത്തനങ്ങളിൽ സജീവമാണെന്ന് തന്നെയാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളെല്ലാം. കാശ്മീരിലെ കലാപ പ്രവർത്തനങ്ങളുടെ ചിത്രങ്ങളും കോഴിക്കോട്ടെ മാവോവാദികളിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു. ഇത്തരം തെളിവുകൾ മുൻനിർത്തി സംസ്ഥാനത്തെ മാവോവാദി ഭീകരവാദ സംഘടനാ ബന്ധങ്ങളും വെളിച്ചത്തു വരേണ്ടതുണ്ട്. കുടുംബാന്തരീക്ഷത്തിലെ രാഷ്ട്രീയ ചർച്ചകളിൽ നിന്ന് സ്വയം രൂപപ്പെട്ട ചെറുപ്പക്കാരനാണ് അലൻ എന്നാണ് കലാകാരിയും ഇടതുപക്ഷ സഹയാത്രികയുമായ സജിത മഠത്തിൽ അറസ്റ്റ് സമയത്ത് പറഞ്ഞത്. കൂടാതെ ഇനി കുടുംബാന്തരീക്ഷത്തിലെ രാഷ്ട്രീയ ചർച്ചകൾ വേണ്ട എന്നൊരു തീരുമാനവും അവർ എടുത്തതായി പറഞ്ഞു. സ്ഥാനമാനങ്ങളും ബഹുമതികളും ഉദ്യോഗവും സംഘടിപ്പിക്കാനുള്ള കുറുക്കുവഴി മാത്രമാണ് രാഷ്ട്രീയം എന്ന ലളിതമായ സത്യം നിങ്ങൾ പറഞ്ഞുകൊടുത്തില്ലെങ്കിലും അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. സാധ്യതയുടെ കലയാണ് രാഷ്ട്രീയമെന്നത് ഒരു കലാകാരിക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ലല്ലോ. എപ്പോൾ വേണമെങ്കിലും ഊരി മാറ്റാവുന്ന ടീഷർട്ടിലെ ചിത്രം മാത്രമാണ് ചെഗുവേര എന്ന പ്രാഥമിക പാഠം ചെറിയമ്മ വാവയ്ക്ക് പറഞ്ഞു കൊടുത്തില്ല എന്ന് തോന്നുന്നു. വ്യാജ സന്ദേശങ്ങൾ വഴി ഇന്ത്യയെ ഒരു കലാപഭൂമിയാക്കാൻ ശ്രമിക്കുന്ന സാമൂഹ്യ വിരുദ്ധരെ ജനമധ്യത്തിൽ തുറന്നുകാട്ടുന്നത് വാർത്തയല്ല, ഉത്തരവാദിത്തമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട വർഗീയ കലാപം ലക്ഷ്യമിട്ട് ജമാഅത്തെ ഇസ്ലാമി ജാമിയ മിലിയയിൽ വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടെന്ന വ്യാജ വാർത്തയ്ക്ക് പിന്നിൽ മലയാളിയായ ജമാഅത്തിന്റെ മാധ്യമപ്രവർത്തകൻ അഫ്സൽ റഹ്മാനാണെന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിലെ മാധ്യമ വിഭാഗങ്ങൾ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ നിരീക്ഷണത്തിലാണെന്നും 16-ാം തീയതി ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ടർ ഗൗതം അനന്തനാരായണൻ റിപ്പോർട്ട് ചെയ്തു. വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു എന്ന വ്യാജ സന്ദേശത്തിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തികളെ വെളിച്ചത്തു കൊണ്ടുവന്ന വാർത്തയായിരുന്നു അത്. ഡൽഹി ജാമിയ മിലിയ സർവകലാശാലയിലുണ്ടായ സംഘർഷത്തിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിക്കുള്ള പങ്ക് വ്യക്തമാകുന്നതാണ് ഈ വാട്സപ്പ് സന്ദേശങ്ങൾ. ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരുടെ ഗ്രൂപ്പിൽ ജമാഅത്തിന്റെ മാധ്യമപ്രവർത്തകനായ അഫ്സൽ റഹ്മാൻ ഇട്ട സന്ദേശമാണിത്. പോലീസ് വെടിവെപ്പിൽ 2 കുട്ടികൾ കൊല്ലപ്പെട്ടെന്നും ക്രൂരമായ അക്രമമാണ് പോലീസ് നടത്തിയതെന്നും ഇയാൾ മറ്റ് മാധ്യമപ്രവർത്തകർക്കയച്ച സന്ദേശത്തിൽ പറയുന്നു. എന്നാൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കരുതെന്ന് മറ്റ് മാധ്യമപ്രവർത്തകർ ഇയാളോട് നിർദ്ദേശിക്കുന്ന മെസ്സേജുകളും കാണാം. അതേസമയം ജമാഅത്തിന്റെ മാധ്യമപ്രവർത്തകനായ അഫ്സൽ റഹ്മാന്റെ പത്നിയും ജാമിയ മിലിയയിലെ വിദ്യാർത്ഥിയുമായ ഐഷ രന്നയും സംഘർഷങ്ങളുടെ മുൻനിരയിലുണ്ട്. പോലീസിനെ തടയുന്ന ഐഷയുടെ ദൃശ്യങ്ങൾ SDPI, പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഗ്രൂപ്പുകളിൽ വൈറലായി. അതിനിടെ പോലീസാണ് വാഹനങ്ങൾക്ക് തീവച്ചതെന്ന കുപ്രചരണവും പൊളിഞ്ഞു. തീയണയ്ക്കാൻ ശ്രമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. കേരളത്തിലെ ക്യാമ്പസുകളിലും ഡൽഹി മാതൃകയിൽ സംഘർഷം സൃഷ്ടിക്കാനാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം. ജമാഅത്ത്, പോപ്പുലർ ഫ്രണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമാണ്. എരുതിയിൽ എണ്ണയൊഴിച്ച് വർഗീയ സംഘർഷമാണ് ഇക്കൂട്ടരുടെ ലക്ഷ്യം. ഇനിയും ഇത്തരം വ്യാജ സന്ദേശങ്ങൾ അജ്ഞാതമായ കേന്ദ്രങ്ങളിൽ നിന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരാം. സാമൂഹ്യ വിരുദ്ധരുടെ കലാപശ്രമങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയാനുള്ള ആത്മബോധം ഓരോ പ്രേക്ഷകനും ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സ്വതന്ത്ര ചിന്തകൾ സ്വയം രൂപപ്പെടുന്ന കലാലയ അന്തരീക്ഷത്തിൽ അത്തരം ചിന്തകളെ അടിച്ചമർത്തുന്ന CPM കാട്ടാളത്തത്തിന്റെ മുഖമായിരുന്നു കഴിഞ്ഞ ദിവസം കേരളവർമ്മ കോളേജിൽ കണ്ടത്. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ABVP സംഘടിപ്പിച്ച ബോധവൽക്കരണ സെമിനാർ SFI പ്രവർത്തകർ തടയുകയും ABVP പ്രവർത്തകരെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. അതിൽ പ്രതിഷേധിച്ച് പഠിപ്പ് മുടക്കി സമരം നടത്തുന്നതിനിടയിലായിരുന്നു SFI പ്രവർത്തകർ വീണ്ടും അക്രമം അഴിച്ചുവിട്ടത്. സംഘം ചേർന്നെത്തിയ SFIക്കാർ ABVP പ്രവർത്തകരെ വളഞ്ഞിട്ട് മർദ്ദിച്ചു. അക്ഷയ്, ആരോമൽ, രാഹുൽ എന്നീ വിദ്യാർത്ഥികൾക്കാണ് മർദ്ദനമേറ്റത്. ക്രൂരമർദ്ദനം തടയാനെത്തിയ അധ്യാപകനും മർദ്ദനമേറ്റു. ഇടതുപക്ഷ പ്രവർത്തകരായ അധ്യാപകരുടെ പിന്തുണയോടുകൂടിയാണ് SFI കോളേജിൽ അക്രമം അഴിച്ചുവിടുന്നതെന്ന് BJP ആരോപിച്ചു.
ABVP-ക്കാർ 5 പേരെ 100 പേര് വളഞ്ഞിട്ടിട്ടാണ് ആക്രമിക്കുന്നത്. ക്ലാസ് മുറിയിൽ കയറി തന്നെയാണ് തല്ലിയിരുന്നത്. അതെ, അധ്യാപകരുടെ ഇവിടെ വന്ന അധ്യാപകരൊക്കെ അവർ പിടിച്ച് തള്ളിയിട്ടുണ്ട്. SFI-ക്കാരെ ഇങ്ങനെ നാശാക്കുന്നതും അവിടെ ഇങ്ങനെ അഴിഞ്ഞാട്ടം നടക്കുന്നത് അവിടുത്തെ അധ്യാപകരെ സപ്പോർട്ട് ചെയ്യണ കാരണമാണ്. ഇവരെല്ലാവരും ഗുണ്ടകളെ പോലെയാണ്. ഇതിനു മുമ്പും കഴിഞ്ഞ കൊല്ലം ഉണ്ടായ ആക്രമണങ്ങളിൽ ഇവർ തന്നെയാണ് അടിക്ക് നേതൃത്വം കൊടുത്തേക്കുന്നത്. അവർ പട്ടിക വെച്ചിട്ടും ട്യൂബ് ലൈറ്റ് വെച്ചിട്ടും പോരാണ്ട് അവിടെ ആയുധം ഉണ്ടെന്നുള്ള കാര്യത്തിന് ഒരു സംശയമില്ല. മരത്തിന്റെ പൊത്തിലൊക്കെ ട്യൂബ് ലൈറ്റ് ചാരി വെച്ചേക്കാണ്. അവിടെ ക്യാമ്പസിലേക്ക് കയറുമ്പോൾ ചാരി വെച്ചേക്കുന്ന എല്ലാ മുളകളും ഇളക്കി വെച്ചേക്കാണ്. ഒരു അടി ഉണ്ടായി കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് വന്ന് തല്ലാൻ വേണ്ടിയിട്ട്. സംഭവത്തിൽ SFI കോളേജ് ചെയർമാൻ അടക്കം 19 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. അക്രമം അഴിച്ചുവിട്ട SFI പ്രവർത്തകരെ പുറത്താക്കണമെന്ന് ABVP ആവശ്യപ്പെട്ടു. ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ട് നേരിടാൻ സാധിക്കാത്തതിന്റെ നിസ്സഹായത ഒരു പ്രസ്ഥാനത്തെ കലാപകാരികളുടെ കൂട്ടായ്മയായി തീർക്കുന്നതിന്റെ നേർചിത്രമായിരുന്നു തൃശ്ശൂരിൽ നിന്നുള്ള ഈ വാർത്ത. കുട്ടി സഖാക്കളെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്ന ഈ സ്ഥിരം പരിപാടിക്ക് എന്നാണ് ഒരവസാനമുണ്ടാകുക? ജനം സ്പെഷ്യൽ എഡിഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഞങ്ങൾ കണ്ടെത്തുന്ന വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്തേ.